ചേട്ടാ, അപ്പോൾ ഇവിടെ ഏതൊക്കെ ഇനങ്ങളാണ് നമ്മുടെ മീൻ ഇവിടെ? തിലോപ്പിയ, കട്ട്ല എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതിപ്പം ഈ ഒരു മീൻകുളത്തിൻ്റെ സൈസ് എത്ര വരും ഇത്? 42 അടി. താഴ്ചയോ? 5.5 അടി താഴ്ച, 42 അടി വീതിയുള്ള. ഇവിടെ വെള്ളം ധാരാളമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അതിൻ്റെ 9 മാസം വെള്ളമുണ്ട്. 9 മാസം വെള്ളമുണ്ട്. ഓക്സിജൻ കൊടുക്കുന്നില്ല. ഓക്സിജൻ കൊടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ? ഈ ഓക്സിജനൊക്കെ കൊടുത്ത് കൃഷി ചെയ്യുന്നത് വളരെ റിസ്കി ആയിട്ട് കൃഷി ചെയ്യുന്നത് ലാഭകരമല്ല. കറണ്ട് ചാർജ്. ഇടയ്ക്ക് ഇത് മീൻ തീറ്റ മാത്രം കൊടുത്താലും ലാഭകരമല്ല. മീന് തീറ്റയായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? തീറ്റയായിട്ട് കൊടുക്കുന്ന കപ്പയുടെ ഇലയും ചീമച്ചേമ്പിൻ്റെ ഇല, ചീര. ഇത് 2 നേരം മീൻ തീറ്റ കൊടുക്കത്തുള്ളൂ. ബാക്കി ഇത് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം ഈ ഒരു വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ്? നമുക്ക് ഇതിൻ്റെ ക്ലാസ്സോ വല്ല അറ്റൻഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ക്ലാസ്സിന് ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ഓരോന്ന് കൊടുത്ത് പരീക്ഷിച്ച് ഓരോന്ന് കണ്ടുപിടിച്ചതാണ്. എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഇപ്പം ഈ ഇങ്ങനെയുള്ള തീറ്റകൾ കൊടുത്താൽ ഇതിൻ്റെ തൂക്കം എങ്ങനെയാണ്? പെട്ടെന്ന് തൂക്കം 6 മാസം ആകുമ്പം സിലോപ്പിയ 1 കിലോ 1.2 ഒക്കെ വരും. നോർമലി നമ്മളല്ലാത്ത ഫുഡ് കൊടുത്താൽ ഇതിനെക്കാട്ടി കൂടുതൽ? നോർമലി അല്ലാത്ത ഫുഡ് കൊടുത്താൽ അത് നമ്മൾ കൊടുത്തിട്ടില്ലാത്ത നമുക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ നമ്മളെങ്ങനെ കണ്ടെത്തുന്നത്? കസ്റ്റമേഴ്സ് നമ്മൾ മീൻ കൊടുക്കാറാകുമ്പോൾ ഓരോരുത്തർ വിളിച്ച് ചോദിക്കും നമ്മുടെ മീനെ പിടിക്കാൻ തുടങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെറിയ വയ്ക്കത്തില്ല. ചെറിയ ഇല്ലാത്ത വളരെ ശുദ്ധമായ ഹോംലി. ഒരാൾ വന്ന് ആരെങ്കിലും ഒരാൾ വന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കും. പിന്നെ എല്ലാവരും വന്ന് ഞങ്ങൾ വാങ്ങിക്കും. അത് ശരി. എന്തായാലും ഇങ്ങനെ പുതിയ ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് എല്ലാവർക്കും ഒരു വളരെ പ്രചോദനം ആകത്തക്ക രീതിയിലാണ് ഷായിച്ചേട്ടൻ ഇതിൻ്റെ നിർമ്മാണമൊക്കെ വളരെ ചിലവറഞ്ഞ രീതിയിൽ. ഇതിൻ്റെ വിളവെടുപ്പൊക്കെ എങ്ങനെയാണ്? 6 മാസം കൂടുമ്പോൾ അല്ലാതെ ഇടയ്ക്ക് 6 മാസം കൂടുമ്പോൾ പിടിക്കാം. ജൂൺ മാസം ആകുമ്പോൾ പിന്നെ 1 മാസം പിടിക്കത്തില്ല മീൻ. അപ്പോൾ മുട്ടയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാറില്ല. അല്ല, ഇത് റൊട്ടേഷനായിട്ട് പോകാറില്ലേ? അതായത് 6 മാസം കൂടുമ്പോൾ അങ്ങനെ ഒരു 6 മാസം ആകുമ്പോൾ നമ്മൾ മീനെ പിടിച്ചിട്ട് പിന്നെ ഒരു 2 മാസത്തേക്ക് പിടിക്കത്തില്ല. ജൂൺ മാസം ആകുമ്പോൾ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ 6 മാസം ആകുമ്പോഴത്തേക്ക് 800 ഗ്രാം 1 കിലോ ആകും. ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഇവിടുന്ന്? കുഞ്ഞുങ്ങളെ ഞാൻ 1 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ തന്നെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ അതിനെ മാത്രം കെയർ ചെയ്ത് കൊണ്ടുപോകും. ഓ, അത് ശരി. ഈ കുഞ്ഞുങ്ങളെ പിന്നെ വാങ്ങിച്ചിട്ടേ ഇല്ല. ഫസ്റ്റിലൊരു 80 കുഞ്ഞുങ്ങളെ വാങ്ങിച്ചത്. ഇപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ കിടപ്പുണ്ട്? ഇപ്പോൾ പറഞ്ഞാൽ തീരാത്ത കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ വളരുന്ന കുഞ്ഞുങ്ങളായതിൻ്റെ അസുഖങ്ങൾ വരുന്നില്ല. അത് ശരി. ഈ വെള്ളവുമായിട്ട് നല്ല മീൻ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പലരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് അസുഖങ്ങളൊക്കെ വന്ന് മീൻ ഫംഗസ് ഒന്ന് കൂട്ടത്തോടെ ചത്തുപോകുന്ന ആ ഒരു. നമ്മളിതൊന്നും നോക്കി ഇതുവരെ അങ്ങനെയുള്ള കുഴപ്പം ഉണ്ടായിട്ടില്ല. ഈ ശുദ്ധമായ വെള്ളത്തിൻ്റെ കിടക്കുന്നതുകൊണ്ട് അസുഖങ്ങളുമില്ല. നല്ല ഇതായിട്ട് മീൻ നിൽക്കുക. നമ്മുടെ ഈ സീതത്തോട് ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ധാരാളമായിട്ടുണ്ട്. മിക്ക പഞ്ചായത്തുകളിലും വെള്ളം നമുക്ക് ധാരാളമായിട്ട് ഉള്ള റെയിൻ വാട്ടർ ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഒരു വീട്ടിലൊരു മീൻകുളം എന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പം വ്യവസായ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്കിപ്പം വീടുകളുടെ ആവശ്യമനുസരിച്ച് അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മേളിലൊരു ചെറിയ കുളം കൂടെ വേറെ ഉണ്ടല്ലേ? നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്താണല്ലേ? അതിനുശേഷമാണ് നമ്മൾ വിപുലീകരിച്ച് ഇതിലേക്ക് മാറിയത്. ഓ, ഇത് കുളമാണല്ലേ? ഇതിനകത്ത് നിറച്ച് മീനുണ്ട്. ഇത് നല്ല താഴ്ച ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇത് 10 അടി താഴ്ചയുണ്ട്. അത് ശരി. ഇതിനകത്തും കട്ട്ലയും കടലൻ തന്നെയാണല്ലേ? നിറച്ച് മീനാണ് കേട്ടോ. നിറച്ച് മീനും കുഞ്ഞുങ്ങളും. ഈ വെള്ളം മേളിൽ എവിടെ നിന്നായിരുന്നു? മേളിൽ കിണറുണ്ടോ? അത് ശരി. ഈ വെള്ളം ആണത്? ഈ വെള്ളം തന്നെയാണ് താഴോട്ട് പോകുന്നത്? ഈ വെള്ളം ഇവിടെ അപ്പോൾ താഴത്തെ വെള്ളം എങ്ങോട്ടാ ഓവർഫ്ലോ വിട്ടേ? 1 ഇഞ്ച് പൈപ്പ് കഴിച്ച് താഴെ നമ്മൾ തോട്ടിലേക്ക് വിട്ടേക്കാണ് താഴത്തെ വെള്ളം അല്ലേ? അത് ശരി.
ഉണക്ക സമയത്ത് നമ്മളിപ്പം എന്ത് ചെയ്യും? ഉണക്ക സമയത്ത് പിന്നെ 50 മാസമൊക്കെ ആയി കഴിയുമ്പോൾ ഇത്രയും വെള്ളം കാണത്തില്ല. അപ്പോൾ ഓരോ പൈപ്പും നമ്മൾ ബ്ലോക്ക് ചെയ്യും. ആ ഇപ്പം മൊത്തം തുറന്ന് വെച്ചേക്കുന്ന ചിലപ്പോൾ 2 പൈപ്പ് നിർത്തും വെള്ളം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് ശരി. വെള്ളം പറ്റും. ഈ മീനുള്ള തീറ്റകൾ ഇവിടെ പറമ്പിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ? പറമ്പത്തെ ചെറിയ കുറ്റിച്ചീര, കുറ്റിച്ചീര്, ചെറിയ പുല്ല്, ഓമയുടെ ഇല, ഓമയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. ചീര, ഓമയുടെ ഇല, കപ്പയുടെ ഇല ഒക്കെ അതൊക്കെ പറമ്പിൽ തന്നെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വേറെ മാത്രം കൊടുത്താലും എല്ലാവരും അതായത് ഉപേക്ഷിക്കും. മീൻതീറ്റി മാത്രം കൊടുത്താലും നമുക്കത് പ്രോഫിറ്റബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നടക്കുകയില്ല. അതാണ് ഈ രംഗത്ത് വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനെക്കുറിച്ചൊക്കെ അറിവില്ലാത്തതാണ് ആ ഒരു രീതിയിലേക്ക് പോയിട്ട് വളരെ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതുകൊണ്ട് ആരും പെട്ടെന്ന് ഈ കുളം നിർമ്മിതിക്കുള്ള സാങ്കേതിക സഹായങ്ങൾ, അതായത് ടെക്നിക്കലായിട്ടുള്ള അറിവുകളൊക്കെ നമുക്ക് ആരാ തന്നത്? നമുക്ക് ഇതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളും ഈ പഠിതമൊക്കെ എവിടെ നിന്നാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ട് നമ്മളങ്ങ് ചെയ്യുന്നുള്ളൂ. പഠിതാല കാര്യങ്ങൾ. ഈ ഒരു കുളം ചെയ്യാൻ വേണ്ടി നമുക്ക് നോർമലി ഒരു എത്ര രൂപ ചിലവാകും? ഈ ഒരു ഇതുപോലൊരു കുളം ചെയ്യാൻ വേണ്ടി ഒരു 32-33 രൂപ. അതിനൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ നമുക്കൊരു കുളം. അപ്പം നമ്മളിത് സേത്തോട് പഞ്ചായത്തിൽ തന്നെയാണ്. സേത്തോട് പഞ്ചായത്തിൽ ആതിരപ്പടി എന്ന് പറയും, അല്ലേ? ആതിരപ്പടിക്ക് അടുത്താണ് ഷായിച്ചേട്ടൻ്റെ വീട്. നമുക്ക് നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. മീൻകുളത്തിനെ വളർത്തലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഷായിച്ചേട്ടനോട്, അതായത് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഈ ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾ. ഇതിനകത്ത് മീൻ വളത്തിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് നേരിടേണ്ടി വരുന്നത്. അതിനൊക്കെ തരണം ചെയ്ത് വളരെ സക്സസ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഷായിച്ചേട്ടനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഈ വിവരങ്ങളൊക്കെ തന്ന ഷായിച്ചേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു.